ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കർഷക സമരം. ഏറെ നാളുകൾ നീണ്ടുനിന്ന സമരം. അതിനുശേഷം ഇതാ ജൻസി വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ദില്ലിയിൽ വൻ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടത്തെ തന്നെ ഞെട്ടിക്കുന്ന സമരം. ആ സമരത്തിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ ബി.ജെ.പിക്കെതിരെയാണ്, ബി.ജെ.പി. സർക്കാരിനെതിരെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥി യുവജന സംഘടനകളും സമരത്തോടൊപ്പമുണ്ട്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നു, ABVP ഒഴികെ. ഈ അവസരത്തിലാണ്, ദില്ലിയിൽ ഏറ്റവും വലിയ സമരം നടക്കുന്ന ഈ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, മുൻ MSF നേതാവ് ചെല്ലുന്നത് ദില്ലിയിൽ. ആ സമരത്തിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. സമരം നടക്കുന്ന ഇടത്തേക്ക് ഒന്ന് പോയി അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യാമല്ലോ. ബി.ജെ.പി. സർക്കാരിന് എതിരെയല്ലേ സമരം? അടികൊണ്ട് പട്ടിണി കിടന്നാണ് സമരം നടക്കുന്നത്. ആ സമരത്തിന് ഒന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടേ? പ്രഖ്യാപിച്ചില്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പകരം അദ്ദേഹം എങ്ങോട്ട് പോയി? വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പോകുന്നു, വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു, അത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത 2 ദിവസത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയോട് അവതരിപ്പിക്കുകയും SSK പദ്ധതി വഴി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 1500 കോടി ഉൾപ്പെടെയുള്ളവ വേഗത്തിൽ ലഭ്യമാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനവും നൽകി. ഫോട്ടോയും കൂടി പങ്കുവച്ചിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കുന്ന ഫോട്ടോ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമായി കൂടിക്കാഴ്ച നടത്തുന്ന ഫോട്ടോ, ചിരിച്ച് കളിച്ച് കൈകൊടുത്ത് പിരിയുന്ന ഫോട്ടോ എല്ലാം പങ്കുവച്ചിട്ടുണ്ട് N. ഷംസുദ്ദീൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ. എന്നാൽ സമരപ്പന്തലിലേക്ക് ഒന്ന് പോയി ആ സമരത്തെ ഒന്ന് അഭിവാദ്യം ചെയ്യാൻ. ബി.ജെ.പിക്കെതിരെയാണ് സമരം, ബി.ജെ.പി. സർക്കാരിനെതിരെയാണ് സമരം. N. ഷംസുദ്ദീൻ UDF-ന്റെ നേതാവാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹം സമരപ്പന്തലിലേക്ക് തിരിഞ്ഞു നോക്കാതെ, അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് നിന്ന് അത്രയൊന്നും അകലെയല്ല സമരപ്പന്തൽ, നടന്നു പോകേണ്ട ദൂരമേയുള്ളൂ. എന്നിട്ടും ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ കേരളത്തിലേക്ക് തിരിച്ചു വന്നു വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. നോക്കണം, ഇതാണ് ബി.ജെ.പിയോടുള്ള, ബി.ജെ.പി. സർക്കാരിനോടുള്ള കേരളത്തിലെ UDF-ന്റെ സമീപനം. കോൺഗ്രസിൻ്റെ സമീപനം നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന സംശയം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിനേക്കാളും വലിയ വിധേയത്വം മുസ്ലിം ലീഗ് നേതാക്കൾക്കാണ്, മുസ്ലിം ലീഗ് മന്ത്രിമാർക്കാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും N. ഷംസുദ്ദീൻ്റെ നിലപാടിന് എതിരെ കേരളത്തിൽ തന്നെ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു.